ആകപ്പാടെ ചിലവരൊക്കെ വലിയ തെളിവറില്ല. ആത്തിക്ക ബീവി പള്ളിക്ക് പോലുണ്ടായിനി. ആത്തിക്ക ബീവിനെ ഉമർ ഫാറൂഖ് കല്യാണം കഴിച്ചപ്പോൾ ഒരു ഡിമാൻഡ് വെച്ചു വന്നാ ബീവി പള്ളിക്ക് പോകാൻ സംഭവിക്കുമെങ്കിൽ എന്നെ കെട്ടാൻ പറ്റില്ല, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിയെന്ന്. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ അത് ഓൽക്കോ ഞമ്മക്കോ തെളിവ് എങ്ങനെ വേണേ? അത് ഞമ്മക്കാണ് തെളിവ്. ഉമർ റളിയല്ലാഹു മരിക്കുമ്പോൾ ആത്തിക്ക റളിയല്ലാഹു പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന പച്ച സത്യം ഇയാൾ അറിയാതെ പറഞ്ഞു. പക്ഷെ എനിക്കൊണ്ട് ഇയാൾ മറ്റു മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം കേൾക്കലില്ല തോന്നുന്നുണ്ട്. കാരണം മറ്റു മുസ്ലിയാക്കന്മാർ ഇതുവരെ തൊള്ളിട്ട് പറഞ്ഞതിന് എന്താ അറിയോ, ഉമർ റളിയല്ലാഹുവിനൊക്കെ കുത്തേറ്റപ്പോൾ ആത്തിക്ക റളിയല്ലാഹു വീട്ടിൽ നിന്ന് ഓടിയെന്നു പറഞ്ഞു. എത്ര മുസ്ലിയാക്കന്മാരുടെ പ്രസംഗമുണ്ട്, യൂട്യൂബിൽ കൊടുത്തു നോക്കി. ഒരു പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഉറൂസും ആണ്ടും നേർച്ചയും ഇതൊക്കെ ഷിയ ആചാരങ്ങളിൽ നിന്ന് കടന്നു വന്നതാണ്. ഷിയാക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് ജൂതന്മാരുടെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഥവാ ശൈത്താനീയത്തിൻ്റെ പിന്നാലെ പോകുന്നതിനൊരു ഫിത്തനയും ഭയപ്പെടേണ്ടതില്ല. അവിടെ ആർക്കും കൊണ്ടുപോകാം, എങ്ങനെയും പോകാം, അവിടെ ഏത് രാത്രിയിലും പോകാം, ഒന്നും പ്രശ്നമല്ല. അതിന് ഈ പറഞ്ഞ പോലെ എന്താണ് ഹിജാബിൻ്റെ ആയത്തൊരു പ്രശ്നമല്ല, ഒന്നുമില്ല. മുസ്ലിം പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ ആ പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെടലില്ല. പള്ളിയിൽ എത്തിപ്പെട്ടാൽ നിസ്കരിക്കാം, പള്ളിയിൽ എത്തിപ്പെട്ടാൽ അതൊക്കെ ഇപ്പം നിങ്ങൾ പെട്ടതാണ്, ഇപ്പം പെട്ടിട്ടുള്ളൂ. അവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ അടുത്തായി ഒരു വ്യക്തിയാണ്, അദ്ദേഹം കുറേ കിതാബുകൾ മുന്നിലുണ്ടാവും. ആ കിതാബുകൾ ഒക്കെ വെച്ച് ഫക്കീഹായി അവിടെ സംസാരിച്ച് സ്ത്രീ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്തിയുള്ള സംസാരമാണ്. ആ സംസാരം നമുക്കൊന്ന് കേൾക്കാം. ആകപ്പാടെ ചിലവരൊക്കെ വലിയ തെളിവറില്ല. ആത്തിക്ക ബീവി പള്ളിക്ക് പോലുണ്ടായിനി. ആത്തിക്ക ബീവിനെ ഉമർ ഫാറൂഖ് കല്യാണം കഴിച്ചപ്പോൾ ഒരു ഡിമാൻഡ് വെച്ചു വന്നാ ബീവി പള്ളിക്ക് പോകാൻ സംഭവിക്കുമെങ്കിൽ എന്നെ കെട്ടാൻ പറ്റില്ല, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിയെന്ന്. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ അത് ഓൽക്കോ ഞമ്മക്കോ തെളിവ് എങ്ങനെ വേണേ? അത് ഞമ്മക്കാണ് തെളിവ്. അങ്ങനെ ഒരു സമ്മതം വന്ന് ചോദിച്ചെങ്കിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ അന്ന് പറഞ്ഞെങ്കിൽ, പള്ളിക്ക് പോകാൻ അനുവദിക്കുമെങ്കിൽ എന്നെ കെട്ടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വെക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആ സമൂഹത്തിൽ ആ സമൂഹം അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ലേ? അതല്ലേ ഈ ഹദീസിന്റെ അർത്ഥം? ഇങ്ങോട്ട് ഉമർ ഫാറൂഖ് എന്താ ചെയ്ത് നിങ്ങൾക്ക് അറിയോ? സമ്മതമൊക്കെ കൊടുത്തു, പിന്നെ ആങ്ങളെ ആക്കി വരുമ്പോ ഇങ്ങനെ ഇരുട്ടത്ത് കൂടെ വരുമ്പോ കുത്തു കൊടുക്കാന്, അങ്ങനെ നിർത്തില്ല. ബീവി അവസാനം വരെ പള്ളിയിൽ പോയി. ഉമർ ഫാറൂഖിന് കുത്തേറ്റ് പോകണ പള്ളിയിലും ആരുണ്ടായിരുന്നു, ആത്തിക്ക ബീവി ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതൊക്കെ ഉള്ളത് തന്നെയാണ്, അതൊന്നും ഇല്ലാന്ന് നമ്മൾ പറയണില്ല. പക്ഷെ ആയിഷാബി പറഞ്ഞത് അന്ന് ആയിഷാബി ആ നൂറ്റാണ്ടിൽ പറഞ്ഞെന്താരോ, ഇന്ന് ഈ പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടുന്ന നബി കണ്ടിനെങ്കിൽ നബി അത് വിലക്കുമായിരുന്നു. അന്ന് ഇന്നോ ആയിഷ ബീവി ആ 1-ാം നൂറ്റാണ്ടിൽ പറയാണ്, 100 കൊല്ലമായിട്ടില്ല, റസൂലുള്ളാന്റെ ആ സ്വഹാബത്തിന്റെ കാലത്ത് പറയാണ്, ഇന്ന് ഈ പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടുന്ന നബി അന്ന് കണ്ടിനെ വിലക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട അയിമത്ത് പറയാണ്, ഇന്നത്തെ കാലത്ത് ആ ബാദൽ നടക്കുക വേണ്ടെന്നാ നല്ലത്. സ്ത്രീകൾക്ക് പള്ളി തന്നെ വേണ്ട. ഇങ്ങോട്ടാ ഇപ്പൊ സിനിമയിൽ അഭിനയിക്കൽ നല്ല പണിയാണ്. സമസ്തയുടെ അന്നു മുതൽ ഇന്ന് വരെയുള്ള നിലപാടുകളിൽ ഒന്നാണ് സ്ത്രീ പള്ളികളിൽ പാടില്ല എന്ന്. അതിന് പല രൂപത്തിൽ പ്രമാണങ്ങളെ വളച്ചൊടിക്കുകയും ഇല്ലാത്തതും ഉള്ളതും കലർത്തിക്കൂട്ടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ വിഷയത്തോട് പ്രമാണം എന്താണ് നമ്മോട് പറയുന്നത് എന്നാണ്. ഇതിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ദൈർഘ്യമുള്ള സംസാരമാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താ ചോദിച്ചാൽ, ഇദ്ദേഹം പള്ളിയിൽ വന്നാൽ ആണുങ്ങൾക്ക് ലഭിക്കുന്ന ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞു ക്ലാസ്സിൽ. അപ്പോൾ ഏതൊരു കോയാമോ ആരോ ഒരാൾ ചോദിച്ചു എന്നാണ്. അപ്പോൾ അയാൾ പെണ്ണുങ്ങൾ ചോദിച്ചാലോ, അല്ല മുസ്ലിയാരെ, ഞങ്ങൾക്ക് ഈ മഹത്വമൊന്നും വേണ്ടേ, അപ്പം ഇങ്ങനെ ആണുങ്ങൾക്ക് 100 കിട്ടുന്നുണ്ട്, പ്രകാശം കിട്ടുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്, ഇത് കിട്ടുന്നുണ്ട്. അപ്പോഴാണ് മൂപ്പർക്ക് കുടുങ്ങിയല്ലോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ മൂപ്പർ പറയുന്നുണ്ട്, ആണുങ്ങൾക്ക് പള്ളി കിട്ടണതൊക്കെ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ കിട്ടും. ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന. പിന്നെ ഇദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മൂപ്പര് അംഗീകരിക്കുന്നുണ്ട്, ഇതിന് തുടക്കത്തിലുണ്ട്. അപ്പോൾ അതിന് മൂപ്പര് വക ദുർവ്യാഖ്യാനം എന്താ വെച്ചാൽ, അത് ഇഷ്ടമില്ല എന്നതിനെ അറിയിക്കുന്നു. അതായത് തടയരുത് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, അതൊരു മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. അത് ഇഷ്ടമല്ല, നിങ്ങൾ പോകാൻ നല്ലത്, എന്നാലും നിങ്ങൾ തടയണ്ട. പിന്നെ അദ്ദേഹം പറഞ്ഞു, സഹാബി വനിതകൾ ആരും പള്ളിയിൽ വന്നിട്ടില്ല. പിന്നെ ആത്തിക്ക ബീവിൻ്റെ സംഭവം പറഞ്ഞു.
ഇപ്പം ഇവിടെ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സംസാരം, ഇപ്പോൾ സമസ്തക്കാരുടെ സംസാരം, സ്ത്രീ പള്ളിപ്രവേശനവുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇവിടെ സംസാരം എന്താ വെച്ചാൽ ഇവർ പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് അതൊക്കെ. കാരണം പണ്ട് വരെ ഹറാമെന്ന് പറഞ്ഞ് പെട്ടതാണ്. സ്ത്രീകൾക്ക് ഈ കാലത്ത് പള്ളി നിഷിദ്ധമാണ് എന്ന് കാന്തപുരം എഴുതിച്ച് ഹറാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടയരുത് എന്ന് പറയുകയും ഇവർ ഹറാമ് എന്ന് പിന്നെ ഫത്വ പുറപ്പെടുവിക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. സമസ്തയിൽ നിന്ന് തന്നെ സമസ്തക്കാനക്കാർ ചോദിച്ചു, ഹറാം എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിലോട്ട് തെളിവ്. ഷാഫി മദ്ഹബിൽ പോലും ഹറാമാണ് എന്ന് പറയുന്നില്ല, തെളിവില്ല. അപ്പം ഇദ്ദേഹം കുറഞ്ഞ സമയം കൊണ്ട് പിന്നെ ചെറിയ കൈക്രിയകളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ ഒന്നത് വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞു ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുൻ. അത് ശരിയാണ്, ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന ഇപ്പോൾ ആർക്ക് തർക്കമുണ്ടോ? ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന ആണെങ്കിൽ പോലും പള്ളിയിൽ ഒരു പെണ്ണ് വരാൻ പാടില്ല എന്ന് അവിടെ നിന്ന് കിട്ടി. ആ ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുൻ അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ്, ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന് പള്ളിക്ക് മാത്രമാണെന്ന് ഇവിടെ നിന്ന് കിട്ടി. കല്യാണത്തിനോ കച്ചവടത്തിനോ സൽക്കാരത്തിനോ അങ്ങാടിക്ക് പോകാനോ വിദ്യാഭ്യാസത്തിനോ മറ്റെല്ലാ കാര്യങ്ങൾക്കും എന്തിനധികം ഇപ്പം ഈ പറയുന്ന ഇയാൾ എ പി ആണോ ഇ കെ ആണോ എനിക്കറിയില്ല കേട്ടോ. ഈ പറയുന്ന ഇ കെ വിഭാഗത്തിൻ്റെ സമ്മേളനം കുനിയയിൽ നടന്നല്ലോ. അതിൻ്റെ ഒരാഴ്ചയോളം വലിയ എക്സിബിഷൻ നടന്നല്ലോ. അന്ന് ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പെണ്ണുങ്ങൾ വന്നില്ലേ. അപ്പോൾ ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എവിടെയായിരുന്നു? അവിടെ ഇനി മാത്രമല്ല, പള്ളി ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം. അപ്പോൾ ഈ തലേ ദിവസം ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എവിടെ? പള്ളി ഉദ്ഘാടനത്തിന് തലേ ദിവസം വന്നാൽ മൂല്യമാർക്ക് എന്തെങ്കിലും കൈമടക്കൊക്കെ കിട്ടും, കമ്മിറ്റിക്കാർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവും. അതിനാണ് പൈസയും കൊണ്ട് പിന്നെ മടിശീല കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ മൂല്യമാർക്ക് ഈ കാര്യം കിട്ടുന്നിടത്തൊന്നും ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന അല്ല. എന്നാൽ ഈ സാധു പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കൂലി കിട്ടണുണ്ടോ അവിടെ ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ തടയരുത് എന്ന് പറഞ്ഞാൽ തടയാം. ഇനി തടയരുത് എന്ന് പ്രവാചകൻ പറഞ്ഞാൽ തടയാൻ ഇവിടെ ഏത് മഖ്ലൂഖിന് അധികാരമുള്ളത്? ഏത് മുസ്ലിയാർക്ക് അധികാരമുള്ളത്? സലഫികൾ പറയുന്നത് നിർബന്ധമായിക്കൊണ്ടും പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകണമെന്ന് പറയണില്ല. അവർക്ക് നിർബന്ധമല്ല, അത് അള്ളാഹു കൊടുത്തൊരു ഇളവാണ് അവർക്ക്. ആണുങ്ങൾക്ക് നിർബന്ധമായതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമില്ല. എന്നാൽ ഒരു പെണ്ണ് ഹിജാബുകൾ പാലിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ തന്നെ അവർ പള്ളിക്ക് മാത്രമല്ല എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹിജാബ് സ്വീകരിക്കണം. ആ ഹിജാബ് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് നിർണയിക്കപ്പെട്ട സ്ഥലത്ത് വന്നുകൊണ്ട് ജുമാ ജമാഅത്തുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇസ്ലാമിൽ വിലക്കില്ല. പക്ഷെ സമസ്ത മതത്തിൽ വിലക്കുണ്ട്. അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനല്ല. ഇനി ഇയാൾ തന്നെ പറയുന്നുണ്ടല്ലോ ആത്തിക്ക ബീവി വന്നു എന്ന്. ആത്തിക്ക ബീവി റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയായിരുന്നല്ലോ. അപ്പോൾ വിവാഹത്തിന് കണ്ടീഷൻ വെച്ച് ഈ മുസ്ലിയാർ പറഞ്ഞ കാരണമല്ല. കണ്ടീഷൻ വെച്ച് ആത്തിക്ക റളിയല്ലാഹു നല്ല സൗന്ദര്യമായിരുന്നു. അപ്പോൾ അവർ പള്ളിയിൽ പോകുമ്പോൾ ഫിത്നകൾ ഉണ്ടാകുമോ എന്ന് ഉമർ റളിയല്ലാഹു ഭയപ്പെട്ടതുകൊണ്ടാണ്. ആ ഭയപ്പാട് ആത്തിക്ക റളിയല്ലാഹുവിനക്ക് അറിയുന്നത് കൊണ്ടുമാണ് ഇത്. ഇനി മാത്രമല്ല, പിന്നെ എന്നിട്ട് ഉമർ റളിയല്ലാഹു തടഞ്ഞോ? എന്നിട്ട് ഉമർ റളിയല്ലാഹു ഹറാമെന്ന് പറഞ്ഞോ? ഉമർ റളിയല്ലാഹു തടഞ്ഞില്ല എന്ന് മാത്രമല്ല, മരിക്കുന്നത് വരെ ഇയാൾ തന്നെ പറഞ്ഞു, മരിക്കുന്നത് വരെ ആത്തിക്ക റളിയല്ലാഹു പള്ളിയിൽ പോയി. ഉമർ റളിയല്ലാഹു മരിക്കണ വരെ പള്ളിയിൽ പോയെന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹു മരിക്കുമ്പോൾ ആത്തിക്ക റളിയല്ലാഹു പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന പച്ച സത്യം ഇയാൾ അറിയാതെ പറഞ്ഞു. പക്ഷേ എനിക്കൊന്ന് ഇയാൾ മറ്റു മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം കേൾക്കലില്ല തോന്നുന്നുണ്ട്. കാരണം മറ്റു മുസ്ലിയാക്കന്മാർ ഇതുവരെ തൊള്ളിട്ട് പറഞ്ഞതിന് എന്താ അറിയോ, ഉമർ റളിയല്ലാഹുവിനൊക്കെ കുത്തേറ്റപ്പോൾ ആത്തിക്ക റളിയല്ലാഹു വീട്ടിൽ നിന്ന് ഓടിയെന്നു പറഞ്ഞു. എത്ര മുസ്ലിയാക്കന്മാരുടെ പ്രസംഗമുണ്ട്, യൂട്യൂബിൽ കൊടുത്ത് നോക്കി. ഒരു പച്ചവനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആത്തിക്ക റളിയല്ലാഹു പള്ളിയിലല്ല ഉണ്ടായിരുന്നത്, വീട്ടിലുണ്ടായപ്പോൾ പള്ളിയിൽ നിന്ന് ഖലീഫക്ക് കുത്തേറ്റപ്പോൾ ഒച്ചയും ശബ്ദമൊക്കെ ഉണ്ടാവുമല്ലോ. ആ ശബ്ദം കേട്ട് ആത്തിക്ക റളിയല്ലാഹു ഓടി വന്നു. ഏതായാലും ഈ മുസ്ലിയാർക്ക് ഒരു നന്ദി നമ്മൾ പറയണം. ഏതായാലും ആ പച്ചയായ സത്യങ്ങൾ എന്താ ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ ഫത്തുൽ ബാരിയിലൊക്കെ പറഞ്ഞ സത്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുത്ത് നന്ദി. ബാക്കി അതിൻ്റെ ഇടയ്ക്കൂടങ്ങൾ കുറച്ച് തട്ടിപ്പടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആത്തിക്ക റളിയല്ലാഹു പള്ളിയിൽ പോയെങ്കിൽ അത് നമുക്ക് മുജാഹിദീങ്ങൾക്ക് വലിയ തെളിവാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ ആദ്യം പറഞ്ഞത് ഹിജാബിൻ്റെ ആയത്ത് വരെ പെണ്ണ് പള്ളിയിൽ പോയി. ഹിജാബിൻ്റെ ആയത്തിന് ശേഷം ഒരൊറ്റ പെണ്ണുങ്ങളും പള്ളിയിൽ പോയില്ല. പിന്നെ ഒതായിലാണ് പോയത്. അവർ പറഞ്ഞില്ല. ഈ ഉളുപ്പില്ലാത്ത ആൾക്കാർ ഇവിടെ പ്രസംഗിച്ചിടന്നാണ്.
അപ്പോൾ ഈ ആത്തിക്ക റളിയല്ലാഹു അൻഹ പള്ളിയിൽ പോയി എന്ന് ഇപ്പം മുസ്ലിയാക്കന്മാരെ തൊള്ളോണ്ട് തന്നെ പറഞ്ഞല്ലോ. ഇനി മാത്രമല്ല, ഒതായി പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഏതായാലും ഹറമിൽ പോകുന്നുണ്ടല്ലോ, ഈ മുസ്ലിയാക്കന്മാരെ കൂടെ ഉംറക്ക് പോകുന്ന ഒരു ഹറമിൽ പോകുന്നുണ്ടല്ലോ, ആ പള്ളിയല്ലേ. ഈ മാത്രമല്ല, എത്രത്തോളം വെച്ചാൽ ചില മുസ്ലിയാക്കന്മാർ അവിടെയും തടയിലുണ്ടോ, നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ ദീനിൽ പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് അനുവാദമുണ്ട്. ഈ മാത്രം ഇയാൾ പറയാണ് സഹാബി വനിതകൾ പോയിട്ടില്ല എന്ന് ഷാഫി ഇമാം പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ ചില ഹദീസുകളോട് വായിക്കാം. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ ഉമ്മു അത്തിയാർ റളിയല്ലാഹു പറയാൻ, ഉമ്മു അത്തിയാർ റളിയല്ലാഹു സഹാബിയാണോ ഉള്ള കാര്യത്തിൽ മുസ്ലിംകൾക്ക് തർക്കമില്ലല്ലോ. സഹാബി വനിതകൾ പോയോ എന്നാണല്ലോ ഇപ്പോൾ തർക്കം. ഉമ്മു അത്തിയാർ റളിയല്ലാഹു പറയാണ്, കുന്നാൻ ഉമർ ബിൽ ഖുറൂജ് ഫിൽ ഐദൈനി വൽ മുഖബ്ബഅ വൽ ബിക്കർ, ഞങ്ങൾ പിന്നെ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി അറയിലിരിക്കുന്ന സ്ത്രീകളും അതുപോലെ തന്നെ കന്യകളുമൊക്കെ പിന്നെ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടാൻ ഞങ്ങൾ കൽപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ റസൂൽ അങ്ങോട്ട് കൽപ്പിക്കാറുണ്ട്. വൽ ഹുയ്യള, ഹൈദുള്ള പെണ്ണുങ്ങളോട് വരെ പെരുന്നാൾ നിസ്കാരത്തിന് കൽപ്പിക്കാറുണ്ട്. യഖ്റുജ്ന, എന്നിട്ട് അവർ പുറപ്പെടും. എന്നിട്ട് ഫയക്കുന്ന ഖൽഫന്നാസി യുക്കബ്ബിർന മഅന്നാസ്, ജനങ്ങളോട് അവർ തക്ബീർ ചെല്ലണം, നിസ്കരിക്കും വേക്ക് നിൽക്കണം. ഞാൻ ചോദിക്കണം, ഈ ഹദീസ് ഇപ്പോൾ ഇവിടെ ഇത് പള്ളി അടക്കട്ടെ, പെരുന്നാൾ നിസ്കാരത്തിന് പ്രവാചകൻ അശുദ്ധിയുള്ള പെണ്ണുങ്ങളോട് വരെ പുറപ്പെടാൻ വേണ്ടി കൽപ്പിച്ചല്ലോ. എത്ര സമസ്തൻ്റെ പള്ളിയിലെ പെണ്ണുങ്ങൾക്ക് ഈ കാലഘട്ടം വരേക്ക് 100 കൊല്ലമായിട്ട് ഒരു പെണ്ണെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോയിട്ടുണ്ടോ? ഇനി വേണ്ട, പെരുന്നാൾ നിസ്കാരത്തിന് വീട്ടിൽ നിന്നെല്ലാവരും നിസ്കരിച്ചിട്ടുണ്ടോ? ഇവിടെ എന്താ പറഞ്ഞത്? പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ട്. ഈ ഹദീസിന് എന്താ ഇമാം നവവി കൊടുത്ത അധ്യായം എന്നറിയോ? ബാബു ദിക്റു ഇബാഹത്തി ഖുറൂജിൻ നിസാഇ ഫിൽ ഐദൈൻ, 2 പെരുന്നാൾ നിസ്കാരങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ പുറപ്പെട്ടു പോകൽ അനുവദനീയമാണ്. ഇമാം ഷാഫിയുടെ മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് ഇമാം നവവി. അദ്ദേഹം പറയാണ്, ഈ മുസ്ലിയാർ പറഞ്ഞ പോലല്ല, അവിടെ വാതിൽ നടക്കണം എന്ന് അയാളർ. ഈ പള്ളിൻ്റെ വാതിലൊക്കെ അടച്ചിട്ട് ദർഗൻ്റെ വാതിലൊക്കെ എന്ത് ചെയ്യുക, തുറക്കുക. എന്നാലും മുസ്ലിയാക്കന്മാർക്ക് പള്ളി ഇപ്പോൾ വലിയ വൈപ്പിനും വല്ല കിട്ടുള്ളൂ. ഒരു സാധു പെണ്ണവിടെ പള്ളിൻ്റെ ചെരുവ് നിസ്കരിച്ചു ഈ മുസ്ലിയാർക്ക് എന്താ കിട്ടാനുള്ളത്? പക്ഷെ ദർഗയിൽ വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിയാരുടെ കുടുംബം പോറ്റാൻ കഴിയും, സമസ്തക്ക് വളരാൻ കഴിയും. അപ്പോൾ ഇമാം നവവി പറയാണ്, പെണ്ണുങ്ങൾ പെരുന്നാളിന് വരെ, നിങ്ങൾ ആലോചിച്ച് സമസ്ത പെണ്ണുങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് സങ്കടം. ജീവിതകാലത്ത് ഒരു പെരുന്നാൾ നിസ്കരിക്കാറ്റെങ്കിൽ പിന്നെ പ്രവാചകൻ്റെ സഹാബത്ത് നിസ്കരിച്ച പോലെ ഏറ്റവും ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ആരാ തടഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ട്. ഇനി മാത്രമല്ല, പിന്നെ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബനാതിഹി വനിസാഅഹു അൻ യഖ്റുജ്ന ഫിൽ ഐദൈൻ. ഇവർ പറഞ്ഞത് പെണ്ണുങ്ങൾ, റസൂലുള്ളാഹിയുടെ പെൺമക്കൾ പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പെൺകുട്ടികളോടും തൻ്റെ ഭാര്യമാരോടും പെരുന്നാൾ നിസ്കാരത്തിന് പോകാൻ കൽപ്പിച്ചു. അപ്പോൾ ഇവർ പള്ളിക്കല്ല ആയിക്കോട്ടെ, നിങ്ങൾ പെരുന്നാൾ നിസ്കാരം പള്ളിയിലെല്ലാം സംഭവിച്ചല്ലോ. ഇന്ന് പെരുന്നാൾ നിസ്കാരം പള്ളിയിലാണെങ്കിലും അല്ലെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിന് റസൂലുള്ളാഹി കൽപ്പിച്ചതുപോലെ നിങ്ങൾ കൽപ്പിക്കുന്നുണ്ടോ? ഇല്ലേ, കൽപ്പിക്കുന്നില്ല. ഇനി മാത്രമല്ല, വീണ്ടും ഹദീസ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ നിസാഅകുൽ മസാജിദ ഇദാ ഇസ്തഅനകും ഇലൈഹ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങളുടെ ഭാര്യമാരെ തടയാൻ പാടില്ല. അപ്പോൾ തടയാൻ പാടില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, തടയുന്ന് സമസ്ത പറയാം, വാതിലടക്കണം എന്ന് അയാൾ പറഞ്ഞു. ഇമാമാരടച്ചു എന്നാണ്. ഇമാമാരടച്ചിട്ടില്ല, ഇമാമാരാരും വാതിലടച്ചിട്ടില്ല. മാത്രമല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, നിങ്ങൾ ആരോടെങ്കിലും, നിങ്ങളുടെ സ്ത്രീകൾ ആരെങ്കിലും പിന്നെ നിങ്ങളോട് അനുവാദം ചോദിച്ച ബില്ലൈലി, പകലല്ല രാത്രിയിൽ, ഇലൽ മസ്ജിദി, രാത്രി പള്ളിയിൽ പോകണമെന്ന്, എനിക്ക് ഇശാസ്കാരത്തിന് പള്ളിയിൽ പോകണമെന്ന് ഈ മുസ്ലിയാരുടെ പെണ്ണുങ്ങൾ അനുവാദം ചോദിച്ചാൽ ഫഅദനൂ ലഹുന്ന, നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം. ഇത് ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇമാമിങ്ങൾ തടഞ്ഞു എന്നാണല്ലോ പറയുന്നത്. ഇതൊക്കെ ഇമാമികളെ ഹദീസാണ്, ഇമാമുകൾ ഉദ്ധരിച്ചത്. എന്നിട്ട് ഇമാമിങ്ങളായിട്ടുള്ള ഇമാം ബുഖാരി എന്താ കൊടുത്തറിയോ? ബാബു ഖുറൂജിൻ നിസായി ഇലൽ മസാജിദി ബില്ലൈലി വൽ ഗലസി. എവിടെ ഇമാമികൾ അടച്ചത്?
ഇവരടച്ചത്. ഇമാമിങ്ങൾ തുറന്നു കൊടുക്കുക ചെയ്ത്. ഇമാമിങ്ങൾ പറയുന്നത് രാത്രിയിലും ഇരുട്ടിലും സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകൽ അത് അനുവദനീയമാണെന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അപ്പോൾ ഇമാം ബുഖാരി വഹാബിയ, ഇമാം ബുഖാരിക്ക് ഇതൊന്നും കേട്ടിട്ടില്ലേ? മാത്രമല്ല ഫലാ യംനഉഹ, അത് തടയാൻ പാടില്ലെന്ന് ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന് ഇസ്തിഇദാനുൽ മർഅത്തി സൗജഹാ ബിൽ ഖുറൂജ് ഇൽ മസ്ജിദി, പള്ളിയിലേക്ക് പോകൽ അനുവാദം ചോദിക്കൽ എന്ന അധ്യായത്തിലാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അത് കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല ചില ആൾക്കാർ പറയും അത് പള്ളിക്ക് പോകാൻ അനുവാദം ചോദിക്കുന്നത് പിന്നെ മൗലവി ആ മന്ത്രിച്ചൂതാനാണ്. മുസ്ലിയാരത്ത് മന്ത്രിച്ചൂതാൻ ഉണ്ടല്ലോ, അതുമല്ല, നിസ്കരിക്കാൻ തന്നെയാണ്. ലാ തംനഉ അന്നിസാ ഹുദൂലഹുന്ന മിനൽ മസ്ജിദി ഇദസ്തഅദനുക്കും. പെണ്ണുങ്ങളുടെ ഓഹരി നിസ്കാരത്തിൻ്റെ ഓഹരി ഈ പള്ളി നിസ്കരിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയാൻ പാടില്ല. അതിന് ഇമാം നവവി കൊടുത്ത ബാബ് ഖുറൂജുൻ നിസാ ഇലൽ മസാജിദി. പേരോട് മുസ്ലിം പറഞ്ഞത് എന്താ അറിയോ? പേരോട് മുസ്ലിം പറഞ്ഞത് എന്താ വെച്ചാൽ അങ്ങനെ ആ പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെടലില്ല, പള്ളിയിൽ എത്തിപ്പെട്ടാൽ നിസ്കരിക്കുക. പള്ളിയിൽ എത്തിപ്പെട്ടാൽ അതൊക്കെ ഇപ്പം നിങ്ങൾ പെട്ടതാണ്, ഇപ്പം പെട്ടിട്ടുള്ളൂ അവിടെ. എന്നാൽ ഇമാം നവവി കൊടുത്ത ബാബ് എന്താ അറിയോ? ബാബ് ഖുറൂജിൻ നിസാ ഇലൽ മസാജിദി, പള്ളിയിലേക്ക് പുറപ്പെട്ടു പോകൽ. എത്തിപ്പെട്ടാൽ നിസ്കരിക്കാന്നല്ല, പള്ളിയിലേക്ക് പുറപ്പെട്ടു പോകാം. ബുഖാരിയാണ് സഹീൽ ബുഖാരിയുടെ പ്രത്യേകത തന്നെ. അപ്പോൾ ഇത് ഇമാം നവവി പറഞ്ഞതാണ്. ഷാഫി മദബിൽ തന്നെ ബുഖാരി നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ഇമാം നവവി പറയാണ് അദ്ദേഹത്തിൻ്റെ ബാബിൽ, മുസ്ലിമിൻ്റെ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, പിന്നെ എന്ത്, ഈ കാലത്ത് സ്ത്രീകൾ ചെയ്യുന്നത് കണ്ടാൽ റസൂലുള്ളാഹി തടയുമായിരുന്നു. അപ്പോൾ തടഞ്ഞിട്ടില്ല എന്ന് ഉറപ്പന്നല്ലേ? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാവിയും ഭൂതവും വലഖദ് അലിംനൽ മുസ്തഖ്ദിമീന മിൻകും വലഖദ് അലിംനൽ മുസ്തഖിരീൻ, നിങ്ങളുടെ മുൻഗാമികളുടെയും പിൻഗാമികളുടെയൊക്കെ കാര്യം അറിഞ്ഞ ആരനെയാണ്? അള്ളയാണ്. അതുകൊണ്ട് ഇനി എന്താ വരാൻ പോവുക എന്നുള്ളതും റസൂലുള്ളാഹി മരിക്കുന്നതിന് മുമ്പ് ഖിയാമത്ത് നാൾ വരെയുള്ള കാര്യം അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് ആ അള്ളാഹിൻ്റെ ശരീഅത്തിൽ റസൂലുള്ളാഹി തടഞ്ഞിട്ടില്ല. ഇനി നമ്മൾ നോക്കട്ടെ, റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇപ്പോൾ പള്ളിക്ക് പോകണ വിഷയം ആയിഷ റളിയല്ലാഹു അൻഹ തടഞ്ഞിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ തടഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ മുസ്ലിയാക്കന്മാരുടെ പെണ്ണുങ്ങൾ ഈ ദർഗയ്ക്കും അതുപോലെ തന്നെ ദുർഗയ്ക്കൊക്കെ പോകണത് കണ്ടാൽ എന്തായിരിക്കും ആയിഷ റളിയല്ലാഹു അൻഹ പറയുക? പള്ളിക്ക് നിങ്ങൾ പോകണ്ട, ദർഗയ്ക്ക് പോയിക്കോളി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുമോ? തടയെങ്കിൽ മൊത്തം തടയും. അത് ആയിഷ റളിയല്ലാഹു അൻഹ തടഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ പുൽക്കൊടി വെച്ചിട്ട് എന്ത് ചെയ്യണ്ട, പിന്നെ ഇത് തടയാൻ. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിപ്പോൾ സമസ്ത ഇതിൽ പെട്ടതാണ്. കാരണം പെണ്ണുങ്ങൾ ഇപ്പോൾ അവർക്കിടയിൽ തന്നെ പാണക്കാട് കുടുംബത്തിൽ നിന്നൊക്കെ വിഷയം വന്നല്ലോ, അവർക്കിടയിൽ തന്നെ ഇപ്പോൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ പോഞ്ഞു. അതിപ്പോൾ അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് യാത്രക്കാരികൾക്ക് നിസ്കാര സ്ഥലം. ഇതെവിടെ കിട്ടിയ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് യാത്രക്കാരികളില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പള്ളിൻ്റെ ചെരുവിൽ പിന്നെ യാത്രക്കാരികൾക്ക് സ്പെഷ്യൽ പ്രയർ ഹാളുണ്ടോ? മാത്രമല്ല റസൂലുള്ളാഹിൻ്റെ കൂടെ തന്നെ കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദുന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസിലില്ലേ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ തന്നെ നിസ്കരിച്ചിട്ടുണ്ട് എന്നാ. മാത്രമല്ല ഹദീസിൽ കാണാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കുട്ടികളുടെ ശബ്ദം കേൾക്കും. അപ്പം നബി ഖിറാഅത്ത് കുറക്കും. കാരണം ആ കുട്ടിൻ്റെ ഉമ്മാക്ക് പ്രയാസം തോന്നും. അപ്പോൾ മുസ്ലിയാക്കന്മാർ അന്യാക്കി. അത് പെരിയിലുള്ള ഉമ്മയ്ക്കാരെന്ന്, പെരിയുള്ള ഉമ്മാക്ക് വേണ്ടിയിട്ട് ഇവിടെ പള്ളിയിൽ എന്തിന് നിസ്കാരം കുറക്കണം? എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു. ഇതിൽ ശരിക്കും എന്താ വെച്ചാൽ നൂറുകണക്കിന് ഹദീസുകളെ കൊണ്ടും അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ ആയത്തുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യം. ഈ ഒരു പിന്നെ വെള്ളപ്പാച്ചിലിൻ്റെ പ്രമാണത്തിൻ്റെ വെള്ളപ്പാച്ചിലിന് മുന്നിൽ തടുത്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയൊരു പിന്നെ യാത്രക്കാരികൾക്ക് ഇപ്പോൾ യാത്രക്കാരികൾ പോയിട്ടോ ഇപ്പോൾ സ്ത്രീകളുടെ നമസ്കാര സ്ഥലം. അപ്പോൾ പിന്നെ സമസ്തക്ക് തർക്കം വന്ന് ഈ യാത്രക്കാരികൾ നിർബന്ധമായി എഴുതണം എന്നൊരു കൂട്ടർ വേണ്ടെന്ന് വേറെ കൂട്ടർ. ഇപ്പം ഞാൻ അങ്ങോട്ട് പോരുമ്പോൾ ശ്രദ്ധിച്ചത് ഇപ്പോൾ പിന്നെ പൂക്കോട്ടൂർ അങ്ങാടിയിൽ ഒരു പള്ളിയുണ്ട് സമസ്തക്കാർക്ക്. അങ്ങാടിയിൽ നിന്ന് കുറച്ചുകൊണ്ട് പോന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ സ്ത്രീകൾക്ക് നമസ്കാര സൗകര്യമുണ്ട്. എന്നിട്ട് ആണുങ്ങളെ വാതിലിൻ്റെ അടുത്ത് തന്നെ പെണ്ണുങ്ങളെ വാതിൽ അവിടേക്കെത്തി. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ പിന്നെ ഈ ഫിത്തിന അറിഞ്ഞിട്ട് ഇങ്ങനെ തട്ടി നിൽക്കുകയാണ്. അങ്ങനെ വെക്കുകയാണെങ്കിൽ സ്കൂളിൽ ഫിത്തന ഉണ്ടോ?
സ്കൂളിൽ പോകാൻ പാടില്ല, പറയണം, ഫത്വ കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പം എത്ര പെണ്ണുങ്ങളാണ് കയ്യേത്ത് പഠിച്ചിട്ട് പണ്ട് പറഞ്ഞില്ലല്ലോ കയ്യേത്ത് ഹറാമെന്ന് പറഞ്ഞു. അപ്പം പറയണം എന്നാൽ അന്നത്തെ മണ്ണാർക്കാട് കുപ്രസിദ്ധ ഫത്വനേക്കാളും ഈ സ്ത്രീകളുടെ കയ്യെത്തുകൊണ്ട് ഫിത്തന കൂടാണോ കുറയാണോ? ഹത്തൂത്തിനിലാരവി എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഫിത്തനകൾ ഉണ്ടെങ്കിൽ എവിടേക്കും പോകാൻ പാടില്ല. അത് ആണുങ്ങൾക്കും പോകാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല. ഒരു നാട്ടിൽ ഫിത്തന ഉണ്ടെങ്കിൽ ഇൽസം ബൈത്തക്, വീട്ടിലടങ്ങിയിരിക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അത് ആണുങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ്. ഇത് മാത്രമല്ല, ഷാഫി ഇമാം അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല, ഒരു പക്ഷേ അദ്ദേഹത്തിന് ഹദീസ് കിട്ടിയിട്ടുണ്ടാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഹദീസുകളും എല്ലാ ഇമാമിങ്ങൾക്കും കിട്ടിയെന്ന് ഒരു ഇമാം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇമാം ഷാഫി പറഞ്ഞത് ഇതാ ഹദീസ് ഫഹു മദ്ഹബി, ഞാൻ കാണാത്തൊരു ഹദീസ് സഹിയായി കിട്ടി, അതാണ് എൻ്റെ മദ്ഹബ്. അത് ഇമാം ഷാഫി പറഞ്ഞെന്നുകൊണ്ടാ എനിക്കെല്ലാ ഹദീസും കിട്ടിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം അതെല്ലാം നമ്മൾ റസൂലുള്ളാഹിൻ്റെ ഹദീസിൽ വളരെ വ്യക്തമായി വന്നു. മാത്രമല്ല ലോകത്ത് ഈ സമസ്തയിൽപ്പെട്ട ആളുകളല്ലാതെ അത് ഹറാമെന്ന് പറഞ്ഞിട്ടില്ല. ആ ഹറാമ് പറഞ്ഞത് അവർ പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവരെന്ത് ചെയ്യണം, ഇത് അനുവദിക്കണം. പിന്നെ അതിൻ്റെ ഒരു സംഗതി പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ പെണ്ണുങ്ങൾ ജമാഅത്തിനൊക്കെ പള്ളി വന്നോട്ടെ, പിന്നെ ഈ ഹുത്തുബക്ക് ഇപ്പോൾ സമസ്തൻ്റെ പള്ളി വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ മുജാഹിദിൻ്റെ പള്ളി വന്നാൽ ദീൻ എന്തെങ്കിലും പഠിക്കുക, അത് ഓൾക്ക് തിരണ ഭാഷയിലാണ് അവിടെ ഹുത്തുബൊക്കെ നടക്കുന്നത്. അപ്പോൾ ഓൾക്ക് എന്തെങ്കിലും ദീനൊക്കെ മനസ്സിലാവും. അപ്പോൾ സമസ്തൻ്റെ പള്ളി വന്നിട്ട് എന്താ ജുമ്മക്ക് എന്താ കിട്ടാനുള്ളത്? ആണുങ്ങൾക്കൊന്നും തിരണില്ല. അപ്പം അത് വേറെ വിഷയം. അത് ഓല് വേറെ ഉണ്ടാക്കിയൊരു ദീനിൻ്റെ ആളുകൾക്ക് പറ്റിക്കാൻ വേണ്ടി വേറെ ഉണ്ടാക്കിയ കാര്യം. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ, ഇതുപോലെ മുസ്ലിയാക്കന്മാരിങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് ഉരുട്ടിപ്പറ്റി പറഞ്ഞാലും അള്ളാഹിൻ്റെ ദീനുള്ള അനുവാദം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇനി എന്ത് ചെയ്യണ്ട, ഇങ്ങനെ പെട്ടതോ പെട്ട് ഇനി ഉരുണ്ട് മറിഞ്ഞ് അധികം വഷളാകാതെ നമ്മളത് തെറ്റായിരുന്നു, അത് ഹറാമൊന്നുമല്ല, വാണ്ടിൽ വന്നോട്ടെ, ഏതായാലും പള്ളിൻ്റെ അടുത്ത് ഇപ്പോൾ സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് യാത്രക്കാരികൾ നടക്കണം, ഒഴിവാക്കിയിട്ട് എല്ലാവരും വന്നോട്ടെ എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിൻ്റെ ചര്യായിരിക്കും. അതാണ് വിഷയത്തിൽ പറയാനുള്ളത്. അൽഹംദുലില്ലാ, ഒരു കാലത്ത് ഹറാമാണെന്ന് പഠിപ്പിച്ചു വന്നിരുന്ന ആ ഒരു സംഗതി ഇന്ന് അവരിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ഹറാമൊന്നുമല്ല ജായിസാണ് എന്നൊരു അവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഫിത്നയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ വാതിലുകൾ അടക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ഇരട്ടത്താപ്പ് കൂടിയുണ്ട്. അതായത് പള്ളികളിൽ പോകാൻ പാടില്ല, സ്ത്രീകൾ പള്ളികളിൽ പോകൽ എന്നത് ഫിത്നയാണ് എന്ന് പറഞ്ഞ് ആ ഭാഗം ക്ലോസ് ചെയ്യുമ്പോൾ, ഇപ്പുറത്ത് ജാറങ്ങളും മക്ബറകളും അതുപോലെ തന്നെ ഉറൂസ്, അത്തരം അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ പ്രചരിപ്പിക്കുന്ന മേഖലകളിലെല്ലാം സ്ത്രീകളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് നിലപാട് സ്വീകരിക്കുന്നതോട് എന്താണ് നമുക്ക് പ്രതികരിക്കാനുള്ളത്? ഷബീബ് സലാഹി വിശദീകരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വിഷയത്തിലാണെങ്കിലും നമ്മൾ പ്രത്യേകം സൂചിപ്പിച്ചു, ഇപ്പോൾ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യങ്ങൾക്കൊന്നും സമസ്തക്കാരുടെ അടുത്ത് പ്രത്യേകിച്ച് വലിയ മഹത്വമൊന്നും ഉണ്ടാവില്ല. ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത, പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകുന്ന രീതിയാണ് പലപ്പോഴും മുസ്ലിയാക്കന്മാർക്കുള്ളത്. എന്നതുപോലെ ഇപ്പോൾ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്നുള്ളത്. കാരണം സൂറത്തുൽ ജുമഅയുടെ തുടക്കത്തിൽ നമുക്ക് കാണാം, യാ അയ്യുഹല്ലദീന, തുടക്കത്തിലല്ല, ജുമഅയെക്കുറിച്ച് പറഞ്ഞെടുത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്ന് പറഞ്ഞപ്പോൾ അതിൽ പുരുഷന്മാർ മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. അതിൽ വിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ആ ഒരു വിളിക്ക് ഉത്തരം നൽകേണ്ടവർ തന്നെയാണ്. അതുകൊണ്ടാണ് ഷാഫി മദ്ഹബിലെ തന്നെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പള്ളിയിലെ ജുമുഅ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പെണ്ണുങ്ങൾ വീട്ടിൽ ളുഹർ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ അതിന് കാരണം പറഞ്ഞത് പള്ളിയിലേക്ക് വരാനുള്ള ഉദ്ർ അഥവാ തടസ്സം അത് നീങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പള്ളിയിൽ വരല്ലോ, അപ്പോൾ വരാത്തത് തടസ്സമുള്ളത് കൊണ്ടാണെന്നാണ്. അതിനാണ് വേറൊരു മുസ്ലിയാർ പണ്ട് പറഞ്ഞത്, അത് പെണ്ണ് ആണായാലെന്ന് പറയണ്ടായി. അപ്പോൾ ഈ രൂപത്തിൽ മദ്ഹബിൽ തന്നെ, ഷാഫി മദ്ഹബിൽ തന്നെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനോ ജുമാക്ക് പങ്കെടുക്കുന്നതിനൊന്നും വിരോധമില്ല, വിലക്കില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇപ്പോൾ ധാരാളം മാലിക് സലഫിയോട് ഉദ്ധരിച്ചു.
അതേപോലെ തന്നെ സ്ത്രീകൾ പള്ളിയിലേക്ക് വരുന്ന സ്ത്രീകളോട് നബി നൽകിയ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അയ്യുമംബ്രഅത്തിൻ അസ്വാബത്ത് ബഹൂറൻ ഫലാ തഷ്ഹദന്ന മഅനൽ ഇശാഇൽ ആഖിറ. ആരെങ്കിലും ബഹൂർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഥവാ പുകരൂപത്തിലുള്ള സുഗന്ധങ്ങൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓലെന്താക്കരുത്, നമ്മളെ കൂടെ ഇശാസ്കരിക്കാണ്ട് പോരണ്ട. കാരണം ഭർത്താക്കന്മാർ വീട്ടിലേക്ക് വരുന്നതിന് ഒരുങ്ങി തയ്യാറാകുന്നതിൻ്റെ ഭാഗമായി അത്തറൊക്കെ പൂശിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി പരി തന്നെ നിന്നോളി, ആ അത്തറ പൂശിക്കാണ്ട് ഇങ്ങോട്ട് പള്ളിയിൽ വരണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാ എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്ത്രീകളോട് റസൂൽ പറഞ്ഞു വലാക്കിൻ ലയഖ്റുജീന വഹുന്ന തഫിലാത്ത്. അവർ പോരേണ്ടത് സുഗന്ധം ഒന്നും പൂശാതെയാണ് പോരേണ്ടത്. നിങ്ങൾ പള്ളിയെ തൊട്ട് പെണ്ണുങ്ങളെ തടയേണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകൾ എന്തായാലും പള്ളിക്ക് വരും. വരുന്ന സമയത്ത് അത്രയൊന്നും പൂശരുതെന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഇതാ ഷഹിദത്ത് ഹിദാക്കുന്നൽ മസ്ജിദ ഫല തമസ്സ തീബ. ഇതൊക്കെ എന്താണ്, ഒക്കെ സഹിഹായ ഹദീസുകളാണ്. ആദ്യം പറഞ്ഞത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. രണ്ടാമത് പറഞ്ഞത് ഇതേപോലെ തന്നെ കാണാൻ കഴിയും അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. മൂന്നാമത് ഇപ്പോൾ ഈ പറഞ്ഞ ഹദീസ് അത് ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് എങ്ങനെ പള്ളിയിലേക്ക് പോരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ ഉറൂസിന് പോകേണ്ടത് ആണ്ടിന് പോകേണ്ടത് റസൂലുള്ള പറഞ്ഞിട്ടില്ല. എന്താണ് മദ്ഹബിൻ്റെ ഇമാംമാരും എന്തായിട്ടില്ല, ഉറൂസിന് പോകാൻ വേണ്ടി പഠിപ്പിച്ചിട്ടില്ല. അതെ, അതായത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാരും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ മൗലവിമാരൊക്കെ അതിലേക്ക് എന്താക്കും, ആളുകളെ വിളിക്കും. ഈ പറഞ്ഞ ഉറൂസും ആണ്ടും നേർച്ചയും ഇതൊക്കെ ഷിയ ആചാരങ്ങളിൽ നിന്ന് കടന്നു വന്നതാണ്. ഷിയാക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് ജൂതന്മാരുടെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഥവാ ശൈത്താനീയത്തിൻ്റെ പിന്നാലെ പോകുന്നതിനൊരു ഫിത്തനയും ഭയപ്പെടേണ്ടതില്ല. അവിടെ ആർക്കും കൊണ്ടുപോകാം, എങ്ങനെയും പോകാം, അവിടെ ഏത് രാത്രിയിലും പോകാം, ഒന്നും പ്രശ്നമല്ല. അതിന് ഈ പറഞ്ഞ പോലെ എന്താണ് ഹിജാബിൻ്റെ ആയത്തൊരു പ്രശ്നമല്ല, ഒന്നുമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ശരീഅത്ത് പ്രകാരം ജീവിക്കണം എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല. അത് ഏറ്റവും കൗതുകം തോന്നിയെന്ന് വെച്ചാൽ ഈ ചില പള്ളി സമസ്തൻ്റെ പള്ളിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും മദ്രസ ഉണ്ടാകുക. അപ്പോൾ ഈ റമദാനൊക്കെ ചിലപ്പം ഈ പകൽ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ക്ലാസ് ഉണ്ടാകുമ്പോൾ ദുഹ്റാൻ കൊടുക്കുന്ന വരെ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ പള്ളിയുടെ തൊട്ടടുത്ത് മദ്രസൻ്റെ ഹാളിൽ നൂറുകണക്കിന് പെണ്ണുങ്ങളുണ്ടാവും. ബാങ്ക് കൊടുത്താൽ മൂല്യാർ ക്ലാസ് എടുത്ത് മൂല്യാർ പള്ളിക്കും പെണ്ണുങ്ങൾ വരിക്കും പോകും. അപ്പം അതുവരെ മൂല്യാർ മുമ്പിൽ നേർക്ക് ഇരുന്നാൽ ഫിത്തനില്ല. ഇത് മൂല്യാർ ക്ലാസ് എടുക്കണ്, പെണ്ണുങ്ങൾ കേൾക്കണ്, മുഖാമുഖം കാണുന്നു. അവിടെ ഇല്ലാത്ത ഫിത്തന മൂല്യാർ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് പെണ്ണുങ്ങൾ ഇതിൻ്റെ വേക്ക് നിസ്കരിച്ച ഫിത്തന. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് റമദാനിൽ ഇവിടുത്തെ വിഷയം മാത്രമല്ല. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, എന്ത് നമ്മൾ ഹജ്ജിന് പോണ സമയത്താണെങ്കിലും ഉംറക്ക് പോണ സമയത്തൊക്കെ ആണെങ്കിൽ ബാങ്ക് കൊടുക്കോളൊക്കെ അവിടെ ഉണ്ടാവും. ബാങ്ക് കൊടുത്താൽ കാണാം ഈ ബാങ്ക് കൊടുക്കണ കേട്ടാൽ ശൈത്താന്മാർ പിന്തിരിഞ്ഞ് ഓടുന്ന റസൂലുള്ള പറഞ്ഞു. എന്നതുപോലെ ബാങ്ക് കൊടുക്കുമ്പോൾ കാണാം കുറേ പെണ്ണുങ്ങൾ ഈ മൂലയന്മാരുടെ നേതൃത്വത്തിൽ ഹറമിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് പോയിട്ടാണ്. അപ്പം എന്താണ് തൗഫീഖില്ല. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പ്രമാണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പഠിപ്പിച്ചുവോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചുവോ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള കുറേ നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങൾ ലഭിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പഠിക്കാനുള്ള തൗഫീഖ് തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. നേരത്തെ മാലിക് സലഫി സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ച നമുക്കൊക്കെ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹീതമായ ദിനമാണ് വെള്ളിയാഴ്ച നമ്മൾ പറയാനുള്ള കാരണം. ഒന്ന്, നമുക്ക് ഖുതുബകളിലൂടെ ലഭിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഈമാനുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വെളിച്ചമുണ്ട്. അതൊരാഴ്ചത്തേക്ക് ആവശ്യമായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ രൂപത്തിലുള്ള റീചാർജിങ്ങാണ് നടക്കേണ്ടത്. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഈ മുസ്ലിയാക്കന്മാർ നടത്തുന്നത് എന്ന് പറയപ്പെടുന്ന പല ക്ലാസ്സുകളുടെയും കഥ എന്താ? ഈ ക്ലാസ്സുകളിലും അടിസ്ഥാനപരമായിക്കൊണ്ട് മതം അല്ല ചർച്ച ചെയ്യേണ്ടത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിലാണല്ലോ പറഞ്ഞത്, ഈ തടയരുത് എന്ന് പറയുമ്പോൾ വെറുപ്പിനെയാണ് അത് അറിയിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇബാദത്തുകൾ അർപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബാക്കി കാര്യങ്ങളിൽ ഒരു തൗഫീഖ് അവർക്ക് ഉണ്ടാവില്ല. കാരണം അള്ളാഹിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹുവിലേക്ക് മാത്രം ഇബാദത്ത് അർപ്പിക്കുന്ന സമൂഹത്തിനാണ് അള്ളാഹിൻ്റെയൊക്കെ എന്നുള്ള ബാക്കി തൗഫീഖ് കിട്ടുള്ളൂ.
അപ്പോൾ ഇവർക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇവിടെ ജീവിതത്തിലുണ്ടാണ്ട്, അതായത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനൊക്കെ അവർക്ക് പോകണതിന് ഒരു പ്രശ്നമില്ല, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് വരാൻ അവർ തടസ്സം നിൽക്കുന്നുണ്ട് എങ്കിൽ ആ തൗഫീക്ക് ഇവർക്ക് നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം അല്ലാത്തവർ ഇത്തരവർ പോയെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തൗഹീദ് ഇവർ റെഡിയാകണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് സുന്നത്തെടുക്കാനുള്ള തൗഫീക്ക് അവർക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ ഇനിയും തുടരുക തന്നെ ചെയ്യും. കാരണം ഇൻ ശക്കർത്തും അസീദന്നക്കും എന്നാണ് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത്. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ തയ്യാറാകുമ്പോൾ അള്ളാഹു വീണ്ടും 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 ആ ശുക്റുകൾ വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ആലം. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ സർവ്വതും സമർപ്പിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ തൗഫീക്ക് അധികമായി ലഭിക്കും. തിന്മകൾ, അതിലേറ്റവും വലിയ തിന്മയായ ഷിർക്ക് ചെയ്യുന്നവർക്ക് തൗഫീക്കുകൾ നഷ്ടപ്പെടും എന്നത് മാത്രമല്ല, ഷിർക്ക് എന്ന വലിയ കൊടിയ തിന്മ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബാക്കി നന്മകൾ ചെയ്താലും അത് സ്വീകരിക്കപ്പെടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നതുകൂടി പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും യഥാർത്ഥ സത്യദീനിനോട് ചേർന്ന് നിൽക്കുവാനും സുന്നത്തിനോട് പ്രതിബദ്ധതയുള്ള മനുഷ്യരായി ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.